നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ നവീകരണം പൂർത്തിയായ ഇൻഡോർ സ്റ്റേഡിയം പുതുവർഷ സമ്മാനമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ഒപ്പം കിടന്നുറങ്ങിയ 5 പേർ മരിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഭരണഘടനാ ദിനം ആചരിച്ചു. ചാലക്കുടി മണ്ഡലത്തിലെ മറ്റ് വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമികളുടെ പട്ടയം ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അഭിപ്രായപ്പെട്ടു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ ടീം അംഗങ്ങളെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ നവീകരണം പൂർത്തിയായ ഇൻഡോർ സ്റ്റേഡിയം പുതുവർഷ സമ്മാനമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. മേപ്പിൾ വുഡ് ഫ്ലോറിംഗ്, വൈദ്യുതീകരണം, പെയിന്റിംഗ് എന്നിവയടങ്ങുന്ന 1.27 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. അമേരിക്കയിൽ നിന്നും എത്തിച്ച മേപ്പിൾ വുഡ് കൊണ്ടുള്ള ഫ്ലോറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായതായും വൈദ്യുതീകരണ പ്രവൃത്തികൾ ആരംഭിച്ചതായും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം MLA അറിയിച്ചു. പെയിന്റിംഗ് പ്രവൃത്തികൾ പൂർത്തിയാവാനുണ്ട്. മേപ്പിൾ വുഡ് ഫ്ലോറിങ്ങിന് 89,48,949 രൂപയും പെയിന്റിംഗ് പ്രവൃത്തികൾക്ക് 6,54,079 രൂപയും ഇലക്ട്രിഫിക്കേഷന് 6,46,088 രൂപയും നികുതി ഉൾപ്പെടെയുള്ള മറ്റിനങ്ങൾ എന്നിങ്ങനെയാണ് അടങ്കൽ തുക വകയിരുത്തിയിരിക്കുന്നത്. കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ് പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല. നഗരസഭ വൈസ് ചെയർമാൻ ആലിസ് ഷിബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറയത്ത്, കൗൺസിലർ ഷിബു വാലപ്പൻ, സ്പോർട്സ് ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു. ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവയ്ക്ക് പുറമെ വോളിബോൾ കോർട്ട് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായും MLA അഭിപ്രായപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇപ്പം മേപ്പിൾ വുഡ് ഫ്ലോറിങ് പൂർത്തീകരിച്ചു. 10 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പോളിഷിങ്ങും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കഴിയും. 1 മാസം കൊണ്ട് പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാമെന്നാണ് എക്സ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു ജനുവരിയോടുകൂടി നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ഇൻഡോർ സ്റ്റേഡിയം കളികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ യാഥാർത്ഥ്യമാകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കിടന്നുറങ്ങിയ 5 പേർ മരിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. നാട്ടിക ലോറി അപകടത്തിൽ തൻ്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട നടുക്കം മാറാതെ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് വിലപിക്കുകയാണ് ദേവി. പരസ്പര ബന്ധങ്ങളുള്ള 5 കുടുംബങ്ങളിൽ നിന്നുള്ള 20ഓളം പേരാണ് നാട്ടിക ദേശീയപാത വഴിയോരത്ത് തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നത്. പാലക്കാട് ജില്ലയിൽ മീങ്കര ഡാമിന് സമീപമുള്ള ചമ്മനംകോട് കോളനി നിവാസികളാണ് ഇവർ. പകൽ അന്തിയോളം പണിയെടുത്ത് രാത്രി അന്തിയുറങ്ങുന്നത് റോഡരികിൽ. നാടോടികളായി ജീവിക്കുന്ന ഇവരുടെ പ്രധാന തൊഴിൽ കക്കൂസ് കുഴികൾ വൃത്തിയാക്കുകയാണ്. എല്ലാവരും ഗാഠനിദ്രയിൽ അകപ്പെട്ട് പുലർച്ചെ 4-ലാണ് ലോറി ഇവർ കിടന്നുറങ്ങിയിരുന്ന ടെൻറ്റിന് മുകളിലേക്ക് പാഞ്ഞു കയറിയത്. മൃതശരീരങ്ങൾക്ക് മുകളിലൂടെ മുന്നോട്ട് കയറിയിറങ്ങിയ ലോറി വീണ്ടും പിന്നോട്ട് എടുത്തതും അപകടത്തിൻ്റെ ആക്കം കൂട്ടി. കാളിയപ്പൻ, ഭാര്യ നാഗമ്മ, മരുമകൾ ബംഗാരി എന്ന് വിളിക്കുന്ന രാജേശ്വരിയുടെ 1 വയസ്സുള്ള മകൾ വിശ്വ, ബന്ധുവായ മറ്റൊരു 4 വയസ്സുള്ള ആൺകുട്ടി ജീവ എന്നിവർക്കാണ് സംഭവസ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായത്. ഡ്രൈവറും ക്ലീനറും വളരെയധികം മദ്യപിച്ചിരുന്നതായി പറയുന്നു. കൂട്ടത്തിലുള്ളവർക്ക് അപകടം പറ്റിയത് ആദ്യം അറിഞ്ഞില്ല. പിന്നീട് ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് തങ്ങളുടെ ഉറ്റവർ ചതഞ്ഞരിഞ്ഞു കിടക്കുന്നതായി കണ്ടതെന്നും ദേവി പറഞ്ഞു. ഒരു 4 മണിക്ക് 2 ട്രിപ്പാണ് വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. അവനല്ല അവിടെ കടന്നത്, ഇവൻ്റെ മേലെ കടന്നത്. ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പം ഞങ്ങളെ നോക്കൂ. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേത്തിന് നല്ല പിറ്റാണ്. പിറ്റെടുത്ത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേരും ഓടിപ്പോയി.
ഓടിപ്പോയിട്ട് എൻ്റെ അനിയന്മാർ ഓടി വന്ന് അവനെ രണ്ടുപേർത്ത് പിടിച്ചിട്ട് വന്ന് രണ്ടാമത് വണ്ടി റിസൾട്ട് എടുത്ത്. ബന്ധുക്കളായ ദേവേന്ദ്രൻ, ജാൻസി, വിജയ്, ചിത്ര, ശിവന്യ എന്നിവരും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിൽ അത്യാഹിത വിഭാഗത്തിലാണ്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്നതാണ് നാടോടി സംഘം. ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ്. കൊരട്ടിയെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയോടെ കുട്ടികളുടെ മാതൃകാ ഹരിത സഭ ചേർന്നു. കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കുട്ടികളുടെ ഹരിത സഭ ശുചിത്വ പദയാത്രയോടെയാണ് ആരംഭിച്ചത്. സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശുചിത്വ അംബാസിഡറായ മുഹമ്മദ് റിസ്വാനും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവും ശുചിത്വ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നൈനു റിച്ചു കുട്ടികളുടെ ഹരിതസഭയിലെ പങ്കാളികൾക്ക് സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ ശുചിത്വ അംബാസിഡർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന മാലിന്യമുക്ത ഉദ്യമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ചു. LP, UP വിഭാഗങ്ങളിലെ കുട്ടികൾ തങ്ങളുടെ സ്കൂളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ വീടുകളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പൊതു ഇടങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകളെ കുട്ടികളുടെ പാനൽ അംഗങ്ങളായ അൽന തോമസ്, അനു ഷിബു എന്നീ വിദ്യാർത്ഥികൾ നോഡൽ ഓഫീസർ ആശ ജോയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ഉണർത്തുപാട്ട് കൊരട്ടി MAM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ അശ്വതി, ദേവിക എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. LF കോൺവെന്റ് LP സ്കൂളിൽ നിന്നുള്ള ക്ലെയർ റോസ് ലിയോ വിഷയത്തിൽ പ്രസംഗിച്ചു. സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ അങ്കിത് ജോഷുവ മലയാളത്തിൽ കവിത ചൊല്ലി. മാലിന്യമുക്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ എക്സിബിഷനും പുനരുപയോഗം സാധ്യമാകുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള കുട്ടികളുടെ കരകൗശല ചിത്ര പ്രദർശനവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, ജൈനി ജോഷി, PG സത്യപാലൻ, ലിജോ ജോസ്, വർഗീസ് തച്ചുപറമ്പിൽ, റെയ്മോൾ ജോസ്, ഷിമ സുധിൻ, ജിസി പോൾ, വർഗീസ് പയ്യപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രാൻസിസ് MJ നന്ദി പറഞ്ഞു. ഓരോ വിദ്യാലയങ്ങളും പ്രവർത്തനം നമ്മുടെ സ്കൂളുകളിലും കുട്ടികളടക്കം നമുക്ക് വലിയ ഫീഡ്ബാക്ക് നമുക്ക് ലഭ്യമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പ്രവർത്തനമായിട്ട് നന്നായിട്ട് നമുക്ക് തുടർന്നും മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളെ ചാലക്കുടി മണ്ഡലത്തിലെ മറ്റ് വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമിയുടെ പട്ടയം ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അഭിപ്രായപ്പെട്ടു. കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജിന്റെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള വനഭൂമി പട്ടയങ്ങളുടെ കാര്യത്തിലും എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. വില്ലേജുകളെല്ലാം സ്മാർട്ടാകുമ്പോൾ അവിടെ വരുന്ന സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ സ്മാർട്ടായി നടത്തി കൊടുക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഓഫീസുകൾ സ്മാർട്ടായതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നിർമ്മിതി കേന്ദ്ര റീജിയണൽ എഞ്ചിനീയർ സതീദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, ബ്ലോക്ക് അംഗം അഡ്വക്കേറ്റ് ലിജോ ജോൺ, പഞ്ചായത്ത് അംഗം ആശ രാകേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടോമി കളമ്പാടൻ, TN ജോഷിൻ, MO ജോൺസൺ, സുഗു പാപ്പാരി, ജോർജ് കാരക്കുന്നേൽ, ഡോക്ടർ MC റിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി താലൂക്ക് തഹസിൽദാർ KA ജേക്കബ്, കോടശ്ശേരി വില്ലേജ് ഓഫീസർ, മറ്റ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയും വിധം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നതിന്റെ അനിവാര്യത കേരളത്തിലെ ഏറ്റവും പ്രവർത്തന ബാധ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ പൂർവ്വ പടിവാതിലാണ് വില്ലേജ് ഓഫീസ് എന്നുള്ളത്. മന്ത്രി ഈ കാലാവധിക്കുള്ളിൽ തന്നെ അതിനുള്ള നിർമ്മാണത്തിന് വേണ്ട സൗകര്യങ്ങൾ, അതിന് എല്ലാ സഹായങ്ങളും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതിന് DPR സ്ഥലം കണ്ടെത്തി, DPR തയ്യാറാക്കി ഹൗസിംഗ് ബോർഡിനെ ഏൽപ്പിച്ചു. അത് കിഫ്ബിയുടെ നിർമ്മാണത്തിന് വേണ്ടി കിഫ്ബിയുടെ അനുമതിക്ക് വേണ്ടി നിൽക്കുകയാണ്. നല്ല നടപ്പിന് ജാമ്യമെടുക്കാൻ നിഷേധിച്ച 2 പേരെ റിമാൻഡ് ചെയ്തു. നല്ല നടപ്പിന് ജാമ്യമെടുക്കാൻ വിസമ്മതിച്ച 2 പേർ റിമാൻഡിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ 126 BNSS പ്രകാരം സെക്യൂരിറ്റി ബോണ്ട് എടുക്കാൻ നിർദ്ദേശിച്ച 2 പേർ ജാമ്യം എടുക്കാത്തതിനെ തുടർന്ന് ഇവർക്കെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡികളായ മറ്റത്തൂർ കാവനാട് കൈപ്പിള്ളി വീട്ടിൽ പ്രതീഷ് എന്ന ടാർസൻ,
കുറുവത്ത് വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ സുർജിത്ത് എന്നിവരെയാണ് ജാമ്യം എടുക്കാത്തതിനെ തുടർന്ന് കോടതി റിമാൻഡ് ചെയ്തത്. പോലീസ് ഇൻസ്പെക്ടർ പി.കെ. ദാസ്, എസ്.ഐ. വി.പി. അരിസ്റ്റോട്ടിൽ, എസ്.ഐമാരായ എം.എസ്. ബൈജു, കെ.ജി. ഗോകുലൻ, സി.പി.ഒ. ഇ.എ. ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിൻ്റെയും IQACയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഭരണഘടനാ ദിനാചരണം തൃശൂർ ജില്ലാ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് കമനീഷ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഭരണഘടനയും ധാർമ്മികതയും എന്ന വിഷയത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളോട് സംവദിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് കെ.എൽ. ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ ആൻഡോ വട്ടോലി ആശംസ നേർന്നു. കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് വിഭാഗം ഡീനായ പ്രൊഫസർ വി ജെ തോമസ് വിശിഷ്ടാതിഥിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കരുണ കെ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ നന്ദിയും പറഞ്ഞു. ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ധാർമ്മികതയെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തികളുടെ ധാർമ്മികത എന്നാൽ അത് സംവിധാനത്തിൻ്റെ ഭരണഘടനയെ പറയുന്ന മൂല്യങ്ങളാണ്. ഇതിൽ ചില കാര്യങ്ങളിൽ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ Today we are celebrating Constitution Day. Constitution of India is the supreme law of the country, laying down the framework for political, legal and administrative governance. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ ടീം അംഗങ്ങളെ അനുമോദിച്ചു. നവംബർ 22, 23 തീയതികളിലായി ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതനിൽ നടന്ന കലാമേളയിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഓവറോൾ കിരീടം കരസ്ഥമാക്കിയത്. വിദ്യാലയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി, മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നന്ദിക്കര സെൻട്രലിൽ നിന്നും സ്കൂളിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ നവീകരണം പൂർത്തിയായ ഇൻഡോർ സ്റ്റേഡിയം പുതുവർഷ സമ്മാനമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ഒപ്പം കിടന്നുറങ്ങിയ 5 പേർ മരിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഭരണഘടനാ ദിനം ആചരിച്ചു.
ചാലക്കുടി മണ്ഡലത്തിലെ മറ്റ് വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമികളുടെ പട്ടയം ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ ടീം അംഗങ്ങളെ അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.